ഇത് കൂട്ടുകാരെ നാരിയ സിറ്റിയാണ് കേട്ടോ. ഇവിടെ ഒരു പെട്രോൾ പമ്പ് പാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒതുക്കി ഒരു ചായ കുടിച്ചു. അപ്പോൾ ഇത് 5ാമത്തെ വീഡിയോ ആണ് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ 4 വീഡിയോസ് പാർട്ടായി ഇട്ടു. ഇത് 5ാമത്തെ പാർട്ടാണ്. അപ്പോൾ ഇനി എനിക്ക് ഒരു 200 കിലോമീറ്റർ ഓടണം. ഓടിയിട്ട് പിന്നെ ഇനി ആഹാരം കഴിക്കും. ഇപ്പോൾ സമയത്തിലായി, ഇപ്പോൾ 12 മണിയായി. ഇനി ഒരു 2-2:30 ആകുമ്പോഴത്തേന് ആഹാരം കഴിക്കണം. അപ്പോഴത്തേന് 200 കിലോമീറ്റർ കവർ ചെയ്യണം. ഈ സ്ഥലത്തെ കാര്യങ്ങളൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല കേട്ടോ. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് ഈ നാരിയ ഭാഗത്തേക്ക് വരുന്നത്. അപ്പൊ ഇവിടുള്ള മച്ചാന്മാരെ കമന്റ് ഇടണേ. അതുകൊണ്ട് ഇവിടെ അൽ നാരിയയുടെ ഒക്കെ വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതുവഴിയാണ് യോർദാന് പോണത് കേട്ടോ. യോർദാന്റെ ബോർഡൊക്കെ ഞാൻ ആ പുറകിൽ കണ്ടു. ഇവിടുന്ന് പിന്നെ യോർദാൻ ബോർഡറൊക്കെ എനിക്ക് തോന്നുന്നു 1000 കിലോമീറ്റർ മേളുണ്ട്. ഈ സിറ്റി കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇനിയിപ്പോ 3 വരി പാത സ്പീഡുണ്ട്. 80 സ്പീഡ് എടുക്കാം നമുക്ക് ട്രക്കിന്. പിന്നെ പുറകിലൊക്കെ സ്പീഡ് കുറവായിരുന്നു, 70 ആയിരുന്നു. എൻ്റെ കൂടെ ഒരു വണ്ടിയുണ്ട് കേട്ടോ. പുള്ളിയാണ് നമുക്ക് വഴി കാട്ടുന്നത്. അയാളുടെ പുറകെ ഇങ്ങനെ പോവുകയാണ്. ഇവിടെയൊക്കെ ചൂടുണ്ട് കേട്ടോ. ആര്യയിലൊക്കെ അത്യാവശ്യം ചൂടുണ്ട്. സൗദി ചൂട് തുടങ്ങി. ദമാമിനെക്കാട്ടി ചൂട് ഈ ഭാഗത്തൊക്കെ ഉണ്ട്. ഈ റൂട്ടിൽ ട്രക്കുകളൊക്കെ കുറവാണ്. കാര്യം ഒന്നാമത് റംസാന്റെ അവധിയൊക്കെ ആയതുകൊണ്ടായിരിക്കും വാഹനങ്ങൾ കുറവാണ്. വീണ്ടും കേട്ടോ ട്രാക്ക് ഇപ്പോൾ 2 വരി പാതയായി. ഇടയ്ക്ക് വെച്ച് 3 വരി പാത ഉണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാരെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഇതിന് മുന്നിട്ട് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതിലുള്ള പറയുന്ന പല കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതിനോട് എന്തെങ്കിലും യോജിക്കുന്നോ അല്ലെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം കേട്ടോ. എൻ്റെ ചാനൽ കൂട്ടുകാരിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. പുതിയ കൂട്ടുകാരൊക്കെ സൗദി അറേബ്യ വരുമ്പോഴേ പല കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോസിൽ പറയുന്നുണ്ട്. അത് അവർക്ക് പ്രയോജനപ്പെടാൻ നിങ്ങൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് കമൻ്റ് ഇടണേ. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ടല്ലോ, അതിനകത്ത് വ്യൂസ് കുറവാണ്. മിക്കവാറുള്ളവരെല്ലാം ഫേസ്ബുക്കിൽ കാണുന്നുണ്ടാന്ന് തോന്നുന്നു. യൂട്യൂബ് ചാനലിൽ നമ്മുടെ വ്യൂസ് കുറവാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. പലരും ചോദിക്കാറുണ്ട് കേട്ടോ, കമ്പനി വിസയിൽ കയറി വരുന്നതാണോ നല്ലത്? കമ്പനി വിസയിൽ കയറി വന്നാലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ എല്ലാ കാര്യങ്ങൾ അറിഞ്ഞ് കയറി വരണം. ആ ഡോക്യുമെൻ്റ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. അവരുടെ കാര്യങ്ങളും നമ്മുടെ അപ്പോയിൻമെൻറ്റ് ലെറ്ററും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കണം. അല്ലാതെ ചില കമ്പനിയിലൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് തന്നെ. കാര്യം ഏതെങ്കിലും ഒരു കമ്പനി വിസയിൽ നമ്മൾ കയറി വന്നാൽ പിന്നെ 2 വർഷം നമുക്ക് അനങ്ങാനൊക്കത്തില്ല, ചലിക്കാനൊക്കത്തില്ല. എഗ്രിമെൻ്റ് കാണും, 2 വർഷം കോൺട്രാക്റ്റ് ആയിരിക്കും. ആ സമയങ്ങളിൽ പിന്നെ നമുക്ക് കമ്പനി മാറാനൊന്നും ഒക്കത്തില്ല. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് നമുക്കിപ്പോൾ സൗദി ലൈസൻസ് ഉണ്ടെന്ന് വെച്ചോ, സൗദി റിട്ടേൺ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രീ വിസ കയറി വരാം. ഫ്രീ വിസ കയറി വന്ന് ഇവിടെ വന്ന് ഒരു 3 മാസം ഫ്രീ വിസയോ, അത്യാവശ്യം പൈസ ആവും കേട്ടോ. പിന്നെ കുറച്ച് പൈസ നമ്മൾ കരുതണം. ഇവിടെ വന്ന് നമുക്ക് റൂമൊക്കെ എടുക്കണമല്ലോ. അങ്ങനെ വരാമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ബെറ്ററായ കമ്പനി കയറാം, തിരക്കി പിടിക്കാം. തിരക്കി പിടിച്ച് നല്ല കമ്പനി നമുക്ക് ജോലി ചെയ്യാൻ പറ്റും ഫ്രീ വിസയിൽ വന്നാൽ. അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട് ഫ്രീ വിസയ്ക്ക്. നമുക്ക് ഇഷ്ടമുള്ള കമ്പനിയിൽ കയറാം. എല്ലാ കമ്പനിയിലും കൈ കൊടുക്കാതെ പോയി തിരക്കി കാര്യങ്ങൾ അറിഞ്ഞ് അവരുടെ കമ്പനി ഡ്രൈവർമാരൊക്കെ സംസാരിച്ച് നല്ല കമ്പനിയാണെങ്കിൽ നമ്മുടെ വിസ അങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കാം. അങ്ങനെ അവരൊക്കെ അടിച്ച് പിന്നെ അവർ നോക്കിക്കോളും. അങ്ങനെ ചെയ്യാം. അല്ല ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് അക്കൗണ്ടൊക്കെ പുതുക്കി നമുക്ക് തന്നെ ജോലി ചെയ്യാനും പറ്റും. അതുപോലെ ഒരു കമ്പനി കയറിയിട്ട് ആ കമ്പനി ഇഷ്ടപ്പെട്ടില്ല നമുക്ക് ട്രാൻസ്ഫർ അടിക്കാനും പറ്റും. തനാസ് മാറിക്കിട്ടും. നമ്മൾ ഈ കമ്പനി വിസയിൽ വന്നാൽ പിന്നെ തനാസൊക്കെ മാറാൻ വലിയ പാടാണ്. കോൺട്രാക്ട് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യണം. ചിലർ തനാസ് കൊടുക്കത്തുമില്ല. അപ്പോൾ ഫ്രീ വിസയിൽ വരുമ്പോൾ ഒത്തിരി നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്കൊരു കമ്പനിയിൽ കയറി ഇഷ്ടപ്പെട്ടില്ല, 6 മാസം അല്ലെങ്കിൽ ഇക്കാമ തീരുമ്പം നമുക്ക് 3 മാസം കഴിയുമ്പം ഇക്കാമ എപ്പോൾ തീരുന്നോ
അന്നേരം നമുക്ക് അവരുടെ കമ്പനിയിൽ നിന്ന് മാറി വേറെ കമ്പനിയിലേക്ക് പോകാൻ ട്രാൻസ്ഫർ അടിച്ച് ഒക്കെ കിട്ടും, ഈസിയാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഫ്രീ വിസയിൽ തന്നെ തുടരാം. 6 മാസം കൂടുമ്പോൾ ഇക്കാമ പുതുക്കുക, അല്ലെ ഓരോ വർഷത്തിൽ ഇക്കാമ പുതുക്കുക. അപ്പോൾ ഫുള്ള് ചിലവ് നമ്മുടെ ആയിരിക്കും. 1 വർഷമൊക്കെ ഇക്കാമ പുതുക്കി റൂമിൻ്റെ വാടക എങ്ങനെയായാലും 10,000 റിയാൽ അല്ലെങ്കിൽ ഒരു 12,000 റിയാൽ വരെയൊക്കെ വരും. ഞാൻ ഒരു കണക്ക് പറഞ്ഞാണ്, ഞാനിത് ചെയ്യുന്നില്ല എങ്കിലും ഒരു കണക്ക് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ കൂടാനും കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. എങ്ങനെയായാലും ഒരു 10,000 എബോവ് വരും, അത് മേളിൽ വരും 1 വർഷം നമ്മൾ പ്രീവിയസിൽ തന്നെ തുടരുവാണെങ്കിൽ. പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അത്യാവശ്യം നമുക്ക് ഇഷ്ടമുള്ള പണികളൊക്കെ ചെയ്യാം, വണ്ടി വല്ല റെൻ്റൊക്കെ എടുത്ത് നമുക്ക് ഓടിക്കാം. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒത്തിരി ചേട്ടന്മാരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, നമുക്ക് സമയത്ത് നിന്ന് നാട്ടിൽ പോകാം. പിന്നെ ശരിയായിട്ടൊക്കെ ഉള്ള കമ്പനികളും ഓട്ടങ്ങളും ഒക്കെ നമുക്ക് കിട്ടണം. അതൊക്കെ ലക്കിൽ കിട്ടിയാൽ നമുക്ക് പൈസ മുടക്കിയാലും കുഴപ്പമില്ല, അതിനുള്ള പൈസ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഫ്രീ വിസ വരുന്നതിന് മുമ്പ് 1-2 വർഷം ഏതെങ്കിലും കമ്പനി വിസ വന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പഠിക്കണം. പഠിച്ചിട്ട് പിന്നെ പോയി നാട്ടിൽ നിന്ന് പിന്നെ ഫ്രീ വിസ എടുത്തുകൊണ്ട് വന്ന് നമുക്ക് ഇഷ്ടമുള്ള ജോലിയോ ഫ്രീ വിസയായിട്ട് നമുക്ക് ഏതെങ്കിലും കമ്പനിയിൽ ട്രാൻസ്ഫർ ആക്കി കയറുക, അല്ലെ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല, കുറേ അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പിന്നെ എല്ലാ വർക്കിലും റിസ്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ആയിക്കോട്ടെ, ഈ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. ഇനി ഇതിൻ്റെ അടുത്ത പാർട്ട് ഉണ്ടായിരിക്കും. നന്ദി, നമസ്കാരം.